ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഇത് അൽഷസാമിൻ്റെ ഒരു റിയാക്ഷൻ പരിപാടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സഞ്ജു ടെക്കി എന്ന് പറയുന്ന നമ്മുടെ ഫെല്ലോ യൂട്യൂബർ, പുള്ളി ഒരു സംഭവം ചെയ്തതിന് അറിഞ്ഞൂടാത്തവർ എല്ലാവർക്കും അറിയായിരിക്കും. മറ്റേ സ്വിമ്മിംഗ് പൂള് കാറിലുണ്ടാക്കി അവൻ നീരാടിയില്ലേ. അപ്പം ഞാൻ തന്നെ അതിനെ വിമർശിച്ചിട്ടുണ്ട്. ബിക്കോസ് അവൻ്റെ ജീവന് തന്നെ അപകടമായിട്ടുള്ള ഒരു സംഭവമാണ് അവൻ ചെയ്തത്. അവൻ തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ എവിടെയും പറയും. ഇന്നും ഞാൻ എടുത്തു പറയുന്നു, അത് വളരെ തെറ്റാണ്. അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്തത് വരെ വെരി അക്സെപ്റ്റബിൾ. ശരി, അങ്ങനെ ഇറസ്പോൺസിബിളായിട്ട് സത്യം പറഞ്ഞാൽ അവൻ വണ്ടി ഓടിച്ചിട്ടുമില്ല, അതാണ് ഏറ്റവും വലിയ വിറ്റ്. എന്തിനാണെങ്കിലും അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്തടേ, നല്ല കാര്യം. അതാണ് ഒരു ശിക്ഷ, നല്ലൊരു ശിക്ഷ തന്നെയായിരുന്നു. എന്നാൽ അവൻ്റെ 8 വീഡിയോ മുക്കി. അത് അൺഅക്സെപ്റ്റബിൾ ആണ്. അതും പോട്ട് നമ്മുടെ ഗതാഗത മിനിസ്റ്റർ വെല്ലുവിളിക്കുകയാണ്. അവന് ഹവാല, യൂട്യൂബിൽ നിന്ന് കിട്ടണ കാശ് ഹവാല എന്നാണ് നമ്മളെ ഏറ്റവും ട്രെൻഡി ആയിട്ട് നടക്കണ മന്ത്രി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗൂഗിളിൽ നിന്നാണ് പറഞ്ഞത്. ഗൂഗിള് ഇവിടെ അയക്കും, ബാങ്ക് ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട് ആ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ കാശ് ഇന്ത്യൻ റുപ്പി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതിനുള്ള ഡേറ്റാസ്, ഇതിനുള്ള പ്രൂഫൊക്കെ എല്ലാവരുടെ ബാങ്കിലും ഉണ്ട് കേട്ടോ. ഈ റിമിറ്റൻസ് ആ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഇവിടെ നിന്ന് കറുത്ത മറ്റേ ബ്ലാക്ക് മണി ഉള്ളവന്മാർ നമുക്ക് മറ്റേ പുറം രാജ്യത്തിരുന്ന് കാശ് അയച്ച് തരുന്ന പരിപാടിയല്ല. അയ്യോ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കല്ലേ. അത് വളരെ മോശമാണ്. നിങ്ങൾ ഇത്രയും വലിയ ട്രെൻഡി ആയിട്ടൊക്കെ നടക്കണ ഒരു മന്ത്രിയാണ്. നിങ്ങളിൽ നിന്നും ഞാൻ അങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവൻ ഹവാലയാണ്. അവൻ യൂട്യൂബിൽ നിന്നുണ്ടാക്കിയ കാശ് നമ്മൾ ചെയ്യും. അതൊക്കെ എന്ത് മോശമാണ് അതൊക്കെ. അല്ല, എനിക്ക് ആരോടെ തന്നെ ചോദിക്കണം, അതെന്താ അത്? അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലാണ്. ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, ഗവൺമെൻറ് അല്ലല്ലോ നമ്മളെ ഒന്നും യൂട്യൂബേഴ്സ് ആക്കിയത്. നിങ്ങൾ നമുക്ക് എക്യുപ്മെൻറ്റ്സ് മേടിച്ച് തന്നോ? നിങ്ങൾ നമുക്ക് ഫോൺ മേടിച്ച് തന്നോ? നിങ്ങൾ നമുക്ക് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് തന്നോ? ഇന്നും ഞാൻ പറയുന്നു, നമുക്കിന്നും ഇതിനെ ഒരു ജോബായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എവിടെ സാലറി സ്ലിപ്പ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും മാസം തോറും ഇത്ര രൂപ വരുന്നില്ലേ, അത് ഇത്രയും വലിയ എമൗണ്ട് അല്ലേ, ഇത് വെച്ചിട്ട് തന്നൂടെ എന്ന് പറയുമ്പോൾ പറ്റില്ല. ഇപ്പോഴും ഇതൊരു ജോലിയല്ല. അങ്ങനെ പോലും കൺസിഡർ ചെയ്യാത്തൊരു ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അങ്ങനെ ഉള്ളവർക്ക് അവൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിച്ചപ്പോൾ ഇനി അതിനെയും കൂടെ കുളമാക്കണം, അവനെ പട്ടിണിക്കിട്ട് കൊല്ലണം, ഇല്ലേ? ആടിപ്പൊളി. അങ്ങനെ തന്നെ വേണം. ഇവിടെ എത്ര ചെറുക്കന്മാരാണെന്നറിയോ ജോലിയില്ലാതെ നടക്കുന്നത്? ചെറുക്കന്മാർ മാത്രമല്ല കേട്ടോ, സോറി അങ്ങനെ പറഞ്ഞാൽ എന്നെ ഞാൻ ക്ഷമിക്കുന്നു. എത്ര മനുഷ്യരെന്നറിയോ ഇവിടെ ജോലിയില്ലാതെ നടക്കുന്നത്? അൺഎംപ്ലോയ്മെൻറ്റ്. എന്തിനാണ് നാട്ടുകാർ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് പല രാജ്യങ്ങളിലും ജോലി ചെയ്യാനായിട്ട്? ബിക്കോസ് നമുക്ക് വേണ്ട കാശ് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് യൂട്യൂബ്. നമ്മൾ ഒരു മാസം പട്ടിയെപ്പോലെ ഇട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കി വന്ന് റിവ്യൂവും ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒരു കുറേ വീഡിയോ ഇട്ടാൽ അതിൽ നിന്ന് എന്തെങ്കിലും വ്യൂസ് കിട്ടി നമുക്ക് കുറച്ച് കാശ് കിട്ടും. ഒരു പക്ഷേ നല്ല രീതിയിൽ യൂട്യൂബർ ആണെങ്കിൽ അവന് നമ്മുടെ ഒരു സാധാരണ ജോലിയിൽ നിന്നും നല്ലൊരു ശമ്പളം അവന് കിട്ടും. അങ്ങനെ ഉണ്ടാക്കുന്ന ആൾ അതിൽ നിന്നും ടാക്സും പിടിക്കുന്നുണ്ട്, അതിൽ നിന്നും ടാക്സ് കൊടുക്കുന്നുണ്ട്, പ്രൊമോഷൻസിൽ നിന്ന് വരുന്നതിന് GST കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരുത്തനെ പട്ടിണി കിടണം, ഇല്ലേ? അവൻ നിങ്ങളെ എനിക്ക് കുറച്ച് റീച്ച് മീഡിയ ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞതാണോ അവൻ ചെയ്ത തെറ്റ്? ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഏവൻ്റെയെങ്കിലും പിറകെ ഈ പറഞ്ഞവന്മാർ പോകൂ? അതാണ് എൻ്റെ ചോദ്യം. ഇവിടെ അവൻ മാത്രമാണോ കുറ്റം ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ആസ് വി സ്പീക്ക് ഇവിടെ ആക്സിഡൻസ് ഉണ്ടാകുന്നില്ലേ? അവരെയൊക്കെ ലൈസൻസ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടോ? നമ്മളീ പറയുന്ന സമയത്തുണ്ടല്ലോ, എത്ര പേരായിരിക്കും ഒരു ഗ്രീൻ ലൈൻ, ഒരു റെഡ് ലൈൻ കട്ട് ചെയ്ത് പോകുന്നത്? അപ്പോൾ അവരെയൊക്കെ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ അവർ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന ആളെ അറിയായിരിക്കും, അങ്ങനെ ആളെ അറിയായിരിക്കും, അല്ലെങ്കിൽ അവന് കോടിക്കണക്കിന് കാശുള്ളവനാണ്. അങ്ങനെയുള്ളവന്മാർക്ക് ഇതൊന്നും എന്തും ചെയ്യാം. അങ്ങനെ അതാണ് പറഞ്ഞത്. അവന് കൊടുക്കാനുള്ളവൻ്റെ മാക്സിമം ശിക്ഷ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവൻ മറ്റേ ആ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, അവൻ ആരെയും അത് ആരുടെ നല്ല ഇതാണെന്ന് അറിയത്തില്ല. ആ ചെയ്ത കാര്യത്തിന് ആർക്കും ഒരു അപകടം ഉണ്ടായില്ല. അതിന് എന്തോ ഒരു നല്ല ഭാഗ്യം. അപ്പോൾ എനിക്കതാണ് പറയുന്നത്, നിങ്ങൾ കുറച്ച് അവനെ വെറുതെ വിടുക.
അവൻ്റെ ജീവിതം തുലയ്ക്കരുത്. ഒരാളെ ജീവിതം തുലയ്ക്കരുത്. ഞാൻ ഇവിടെ അവൻ ചെയ്തത് ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷെ അവൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നിർത്തണം, അവനെ തടയണം. ഏതൊക്കെയോ ഒരുത്തൻ ന്യൂസ് റിപ്പോർട്ടർ വന്നിരുന്നു അവൻ ഏലിയനാണെന്ന്. എങ്ങനെ പറയാൻ തോന്നി നിങ്ങൾക്കത്? യൂട്യൂബിലുള്ള കുറേ ഏലിയൻസ് ഉണ്ടെന്ന്, മനുഷ്യന്മാരും അല്ലെന്നാണ് അവർ പറയുന്നത്. എന്താ പറയേണ്ടത്? എന്താ ഞാൻ അതിനെപ്പറ്റി പറയേണ്ടത്? ചേട്ടനെ പോലെ അല്ല എല്ലാവരും. പല ആൾക്കാരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. അതാണ് അവരെ വേറെ വ്യക്തികളായി മാറ്റുന്നത്. ഇപ്പം ഈ പറഞ്ഞവന് ഒരുപാട് ആൾക്കാർ അവനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർ തലയ്ക്കകത്ത് വണ്ടി ഓടുന്നൊന്നുമില്ല. അവനെ വെറുതെ സബ്സ്ക്രൈബ്, അവനെ വാഹനം കണ്ടുകൊണ്ടിരിക്കാൻ. അവൻ ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റ് അവർക്ക് ഇഷ്ടമാണ്. ഇത് അവൻ്റെ കയ്യിൽ നിന്ന് പോയി. അതെല്ലാവരും പറയുന്നുകൊണ്ട് അത് തെറ്റാണെന്ന്. അത്രയേ ഉള്ളൂ. അതിനുള്ള ശിക്ഷ അവന് കിട്ടിയിട്ടുണ്ട്. എനിക്കതാണ് പറയുന്നത്, നിങ്ങൾ മീഡിയക്കാർ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ലൈസൻസ് കട്ട് ചെയ്യാം. ഇനിയും ഉണ്ട് ഇഷ്ടം പോലെ. നിങ്ങൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേരുടെ ലൈസൻസ് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയോ കേസുകളാണ് ഇത് തീർക്കാതെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്. ഇവിടെ പെൺകുട്ടികൾ, ഞാൻ പറഞ്ഞാൽ കൂടി പോടെ, അതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് കയറുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം സത്യാവസ്ഥ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ. മനസ്സിലായല്ലോ? അപ്പം ശരിക്കുള്ള കാര്യങ്ങളുടെ പുറകെ പോവുക. ഒരുത്തൻ്റെ ജീവിതം തുലയ്ക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവന് തെറ്റുപറ്റി, അതിനുള്ള ശിക്ഷ അവൻ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. ഇനി അവൻ്റെ ജീവിതം, അവൻ്റെ യൂട്യൂബ് എന്ന് പറയുന്ന ആ വരുമാനം, അതിന് കൈവയ്ക്കരുത് പ്ലീസ്. അതൊരു അപേക്ഷയാണ്. ഓക്കെ? ഇന്നിപ്പോൾ അവനായിരിക്കും, നാളെ വേറെ പലരും ആയിരിക്കും. പക്ഷെ തെറ്റ് ചെയ്ത തെറ്റാണ് കേട്ടോ, അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്നവൻ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം റെക്കോർഡിക്കലായിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ കേസ് അറിയാവുന്നതാണ്. ഞാനൊരു ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ ഒരു വിക്ടമാണ്. അവിടെ വന്നു, അവർ കണ്ടതാണ്. അവർ നോക്കുമ്പോൾ എല്ലാം ബാങ്ക് ത്രൂ ആണ്. എനിക്ക് മറ്റേ കട്ടിലിൻ്റെ അടിയിലൊന്നും ഒരിടത്തും ഒരു കാശുമില്ല. എനിക്ക് കിട്ടുന്നതല്ല യൂട്യൂബിൽ നിന്നാണ്. പിന്നെ പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്. അതിൽ നിന്നുള്ള കാശിൻ്റെയൊക്കെ സോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയാം എല്ലാം പ്രോപ്പറാണ്. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരെ പുറകെ പോയി പിടി. ഈ പറയുന്ന സ്മഗ്ലിങ്ങും ഹവാലയൊക്കെ ചെയ്യുന്നവന്മാരുണ്ട്, അവരെയൊക്കെ പുറകെ പോയി പിടി. ഒരു കുഴപ്പമില്ല. നമ്മൾ തന്നെ വീഡിയോ ഇടും വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ കൈവയ്ക്കലല്ലേ, അപേക്ഷയാണ്.